ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ വ്യക്തി എന്താണ് ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആ വ്യക്തി വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. ആ വ്യക്തിയുടെ സ്നേഹം റിയൽ ആണോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യങ്ങളും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ജനറൽലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം പറയുക. ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത്. ഡിയർ ആർക്കേഞ്ചൽ, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. നിങ്ങളിത് കാണുന്ന സമയത്ത് അവരുടെ ചിന്തകൾ എന്താണ് നിങ്ങളെക്കുറിച്ച്? യെസ്, ഇവിടെ ഇമാജിനേഷൻ. അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അവർ നിങ്ങളെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഓർക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നടക്കണം എന്നതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ഡ്രീം കാണുന്നുണ്ടായിരിക്കാം. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പിരിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളടുത്ത് പിണക്കത്തിന് കാരണമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുകയും ഒന്നിക്കുകയും ചെയ്യുക, അതൊക്കെ ഇവർ ഇമാജിൻ ചെയ്യുന്നുണ്ടാവും, വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം അവർ നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിൽ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പിക്ചറാണ്. ചിലപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുന്നുണ്ടാവാം, വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടാവാം, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ വളരെയധികം സെൽഫ് എസ്റ്റീം ഉള്ളൊരു വ്യക്തിയാണ്. അത്ര പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം നിങ്ങൾ കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് അവർക്കറിയാം. സെൽഫ് എസ്റ്റീം ഉള്ളൊരു പേഴ്സൺ ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കുറ്റങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയി പോയതായിരിക്കാം. അങ്ങനെയുള്ള അവസരത്തിൽ പെട്ടെന്ന് വന്ന് നിങ്ങളെ അപ്രോച്ച് ചെയ്യാമെന്നൊന്നും അവർ ചിന്തിക്കുന്നതേയില്ല. കാരണം നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് വന്ന് കണ്ട് ബോധ്യപ്പെടുത്താം എന്ന് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ല. കാരണം ഒരുപക്ഷെ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അവരെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അവരോട് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം, ചില ക്ലാരിറ്റി ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ തരണ്ടേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് വന്ന് നിങ്ങളെ കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാം എന്നൊരു പ്രതീക്ഷ അവർക്കില്ല. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്കറിയാം അത് അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഏറെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു പക്ഷേ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ അത് സറണ്ടർ ചെയ്തേക്കുക, യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക എന്നുള്ളത് ഡിവൈൻ സന്ദേശമാണ്. അതായത് ഒരുപാട് ഹാപ്പിനെസ് അതുവഴി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഡിവൈൻ സന്ദേശമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, വ്രതങ്ങൾ, എല്ലാം പല മെത്തേഡ്സ്, ഇതെല്ലാം നിങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്തേക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഹാപ്പിനെസ് വരികയുള്ളൂ. സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക. നിങ്ങളെ തന്നെ സെൽഫ് ലവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക. യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. ഇവിടെ ഒരു തീരുമാനം ഈ വ്യക്തി നിങ്ങളോട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം. അതായത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവിടെ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ പലവട്ടം ചോദിച്ചിട്ടുണ്ടാവാം, പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒന്നും അവർ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം പറയുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ മാറിപ്പോന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ ഇനി നിങ്ങളോട് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ സാധ്യതയില്ല, അവരൊരു തീരുമാനം പറയില്ല എന്ന് തന്നെ ആയിരിക്കാം നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
നിങ്ങളതിൽ ഒരിക്കലും പ്രതീക്ഷ വയ്ക്കുന്നേയില്ല. അവർ നല്ലൊരു അഭിപ്രായം പറയുമെന്നോ അല്ലെങ്കിൽ നല്ലൊരു ഡിസിഷൻ എടുക്കുമെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് ഒരുപാട് ദുഃഖമുണ്ട്, അതുപോലെ തന്നെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കുറ്റബോധമുണ്ട്. ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഡ് സിറ്റുവേഷനാണ് ഇപ്പോൾ അവരുടേത്. കാരണം നിങ്ങൾ പിരിഞ്ഞിട്ട് കുറച്ച് നാളുകളായി. ഒരുപക്ഷെ അവർ ചിന്തിച്ചത് നിങ്ങൾ ചിലപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യുമായിരിക്കും എന്നുള്ളതായിരിക്കാം. അതായത് നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ അവരെ കോൺടാക്റ്റ് ചെയ്യുമായിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ സെൽഫ് എസ്റ്റീമുള്ള ഒരു പേഴ്സൺ ആണെന്ന് പിന്നീട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ്, ഫാമിലി ആകണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം. അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് എക്കാലവും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഫാമിലി റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കാണുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഒബ്സ്റ്റക്കിൾസ് ഉള്ള, തടസ്സങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ചിലപ്പോൾ വേറൊരാളോട്, തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആളോട് കോമ്പറ്റീഷൻ ചെയ്തിട്ട് വേണമായിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയെ നേടാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വേറൊരാളുണ്ടായിരിക്കാം. ആ രണ്ടുപേർക്കും ഇടയിൽ, അതായത് നിങ്ങൾക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇടയ്ക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു അഭിപ്രായവും പറയാനായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. അവർ അന്നേരം, അതായത് നിങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് അവർ നിങ്ങളെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്, നിങ്ങളിലേക്ക് തിരികെ വരണമെന്നുണ്ട്. നിങ്ങളാണ് ആ വ്യക്തിയുടെ കംഫർട്ടബിൾ സോൺ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ സ്റ്റാറിനെ പോലെ കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുടെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അതാണ് സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക, മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പറയുക. കാരണം അവർ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് നിങ്ങളോട്. ഇവിടെ നിങ്ങളെ ആ ഒരു വ്യക്തി എംപ്രസിനെ പോലെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ നല്ല സ്വഭാവമുള്ളൊരു പേഴ്സണാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുന്ന, അതായത് സഹായം ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുള്ള ഒരു പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, ജോബൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു കുറവുകളും ഇല്ലാത്ത വളരെ നല്ല ഫാമിലി എല്ലാം ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു സാഹചര്യത്തിലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവരന്ന് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവർ അത് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എംപ്രസിനെ പോലെ കാണുന്നു. ചിലപ്പോൾ അവരുടെ കുട്ടികളുടെ അച്ഛനമ്മ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടാവും, ഫാമിലി ആണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവരെ ഒരുപാട് കെയർ ചെയ്തിരുന്ന വൈഫ് ഓർ ഹസ്ബൻഡ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടാവാം. ഇപ്പോൾ അവർക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ട് നിങ്ങളുടെ നന്മകളെ വീണ്ടും വീണ്ടും ഓർക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്. അതാണ് എല്ലാ 100ൽ 100 മാർക്കും തരാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ അവർ നിങ്ങളെ കാണുന്നുണ്ട്. നേരത്തെ കണ്ടിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഡിസിഷൻ ഇല്ലാതിരുന്നത്. നിങ്ങൾക്കൊരു വാല്യൂ തരാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഈ ഒരു വ്യക്തി ഞെരുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ ഇത് കൂടെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം. അപ്പം എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. അവരിത് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നെക്സ്റ്റ് കാർഡ് 3 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോഴും അവർക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളെ ക്യൂൻ ഓഫ് വാൻസ് ആയിട്ട് കാണുകയാണ് അവർ. അതായത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഒരു പാർട്ട് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് വളരെ നല്ല ആശയങ്ങളുണ്ട്, അവരെ വളരെ ബുദ്ധിപരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രാക്ടിക്കലി വളരെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. കഴിവുകളുള്ള ഒരു പേഴ്സണാണ്. അങ്ങനെ എല്ലാ തരത്തിലും അവർക്ക് അനുയോജ്യനായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അവരുടെ സ്വഭാവവുമായിട്ട് ചേരുന്ന ഒരു വ്യക്തിത്വമാണ്. ഇതൊക്കെ ഇവർക്ക് അറിയാവുന്നതാണ്, ഇവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഹൈ പ്രീസ്റ്റസ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് പോകണം. ചില പേർക്ക് സന്തോഷമായിട്ട് പോകാനായിരിക്കും ഇഷ്ടം,
അതായത് വീണ്ടും യോജിച്ച് നല്ല രീതിയിൽ, ചില പേർക്ക് വിവാഹമായിരിക്കാം ഇഷ്ടം. അപ്പോൾ അങ്ങനെ കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെ പോകണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ മടിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയില്ല അവർക്ക്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാതെ മടിച്ചു നിൽക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പാണ്. അതായത് കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം. ചിലപ്പോൾ അവർക്ക് അവരുടെ അടുത്തൊരു അനുഭവം ഉണ്ടായിരിക്കാം. പാരൻസ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തിനേയും തേർഡ് പാർട്ടിയായിട്ട് വരാം. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് വ്യക്തത തരൂ, എന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. വ്യക്തത വേണം എന്ന് നിങ്ങൾ വളരെയധികം പറയുന്നുണ്ട്. ഇനി വേദനിക്കാൻ വയ്യ, കാരണം വളരെ വേദനിപ്പിച്ചിട്ടാണ് ഈ വ്യക്തി പോയിട്ടുള്ളത്. യെസ്. പക്ഷെ ഇവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മെമ്മറിയാണ്. അതായത് ഓർമ്മകൾ കൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും വളരെയധികം ഓർമ്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യത്തെ കാർഡ്സിലും അത് പറയുന്നുണ്ട്. ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഒരു ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. അവർക്ക് എപ്പോഴും ഓർമ്മകളാണ്. അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം റിലേഷൻഷിപ്പ് ഒരു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പരിപൂർണത ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഡിസിഷൻ പറയുന്നതാണ് നിങ്ങളോട്. ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം. അപ്പോൾ രണ്ടുപേരുടെയും സോൾ പർപ്പസ് ഒക്കെ ഒന്ന് തന്നെയായിരിക്കാം. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കുമെന്ന് ഡിവൈൻ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈക്വൽ ആയിട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് കിട്ടുന്നു ഫ്യൂച്ചറിൽ. കാരണം കുറേ നാളുകളായിട്ട് എൻഡായി പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, കുറേ മാസങ്ങളായിട്ടുണ്ടാവാം. അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളെ റിഗ്രറ്റ് ചെയ്തിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. നിങ്ങൾ പോയപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് അവരിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അവിടെ ഒരു സ്പിരിച്വൽ യൂണിയനെ കാണിക്കുന്നുണ്ട്. ചില പേരെ സംബന്ധിച്ചിടത്തോളം ഫൗണ്ടേഷനാണ്. ചില പേർക്ക് വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലീസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വളരെയധികം റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ട് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് ഒരുപാട് അവരെ അലോസരപ്പെടുത്തിയിട്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുന്നത്. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, ഒരുപാട് പ്രശ്നങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ക്ലാരിറ്റി തന്നുകൊണ്ട്, നേരത്തെ ഡിസിഷൻ ഉണ്ടായിരുന്നില്ല ഇയാൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ്, അപ്പോൾ ഇപ്പോൾ ഡിസിഷൻ തന്നുകൊണ്ട്, ഡിസിഷൻ അവർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാം എന്നാണ് ഈ ഒരു റീഡിങ് പറയുന്നത്. കമ്മിറ്റ്മെൻ്റ് എങ്കിൽ കമ്മിറ്റ്മെൻറ്റ്, റീയൂണിയൻ എങ്കിൽ റീയൂണിയൻ, അതെല്ലാം അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ പേഴ്സണൽ നെയിം BEZBKSR എന്ന് കിട്ടിയിട്ടുണ്ട്. I എന്നാണ് കിട്ടിയിട്ടുള്ളത്. O എന്ന് കിട്ടിയിട്ടുണ്ട്. P G എന്നാണ് കിട്ടിയിട്ടുള്ളത്. N U. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ലെറ്ററെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ ഇതിനകത്തുനിന്ന് ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത്. ഇവിടെ ആലപ്പുഴ എന്നാണ് കിട്ടിയിട്ടുള്ളത്, ബാംഗ്ലൂർ, പത്തനംതിട്ട, ചെന്നൈ, കണ്ണൂർ, ഔട്ട് ഓഫ് കൺട്രി. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ക്യാൻസർ എന്നാണ് കിട്ടിയിട്ടുള്ളത്, അക്വേറിയസ്, ഏരീസ്, 1010 ഏഞ്ചൽ നമ്പറാണ്. 1111 കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. ബ്യൂട്ടിഫുൾ ഐസ് ആയിരിക്കാം നിങ്ങളുടേതോ പേഴ്സൻ്റേതോ. വൈഫ് എന്ന് കിട്ടിയിട്ടുണ്ട്. ലോങ് ഫേസ്, ഷാർപ്പ് നോസ്, മാര്യേജ്. റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. ഗ്രീൻ ബട്ടർഫ്ലൈ, സൈലൻറ്റ്, വളരെ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ. 41 ഏജ് ആയിരിക്കാം. 37 ഏജ് ആയിരിക്കാം. 51 ബ്ലൂ കളർ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം. 5 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 34 ഏജ് ആയിരിക്കാം. 39 21 യെല്ലോ ബട്ടർഫ്ലൈ,
ബ്ലാക്ക് ബട്ടർഫ്ലൈ, ഷോർട്ട്, റൗണ്ട് ഫേസ്, 2 എന്നൊരു ഡേറ്റ്, വിയറിംഗ് നോസ് പിൻ, 38, 16. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഫോർഗീവ്നെസ്, അതായത് നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ്, നിങ്ങളെ പരമാവധി ഹർട്ട് ചെയ്തിട്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ ഫോർഗീവ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടായിരിക്കും ഈ പേഴ്സൺ പോയിട്ടുള്ളത്. അപ്പം നിങ്ങളോട് ഡിവൈൻ പറയാണ്, ഏഞ്ചൽ പറയാണ് അവരോട് ക്ഷമിച്ചേക്കൂ എന്നുള്ളത്. യെസ്, അത് തന്നെയാണ് എൻ്റെ കാര്യം. യെസ്, അതെ. റിമെയിൻ പോസിറ്റീവ്. എന്നിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓപ്ഷനാണ്, ഇവരെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ അവരെവിടെയായിരുന്നാലും അവർക്കൊരു റിഗ്രറ്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ സെൽഫ് എസ്റ്റീമുള്ള ഒരു പേഴ്സണാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരെടുത്ത് ക്ഷമിക്കൂ എന്ന് ഏഞ്ചൽ പറയുന്നുണ്ട്. കാരണം അവർ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളറിയാതെ ഡയറക്റ്റ് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നില്ല, ക്ഷമ പറയുന്നില്ല എങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് മനസ്സിൽ പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ റിമെയിൻ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തിരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസണേറ്റ് ആവത്തുള്ളൂ. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.